അപ്പം ഇന്നത്തെ കുപ്പി നിന്റെ വക. അളിയാ, നീ അങ്ങോട്ട് രാവിലെ വിളിച്ചൊരുങ്ങി? പെണ്ണ് കാണാൻ പോടാ. പെണ്ണ് കാണാനോ? നിനക്കോ? എനിക്കല്ലടാ, ബാനുവിന്. എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ ഇന്നലെ രാത്രിയില ബ്രോക്കർ വിളിച്ച് പറഞ്ഞേ, ഇന്ന് തന്നെ ചെല്ലണമെന്നും പറഞ്ഞു. ആഹാ, അപ്പം നമ്മുടെ കയ്യിലെ ആദ്യ പെണ്ണ് കാണലും ആദ്യ കല്യാണവും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. എങ്ങനെയാലും നടന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പെണ്ണ് കാണാൻ നടന്ന് എൻ്റെ ജീവിതം കൂടെ പോകും. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഇച്ചിരി പാടാൻ മോനെ ടോണി. പെണ്ണിൻ്റെ നെറ്റിക്ക് വീതി പോരാ, മൂക്ക് പോരാ, ചിരിക്കുമ്പോൾ പല്ല് കാണും, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ അവൻ കണ്ടുപിടിക്കും. അളിയാൻ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ പോയിട്ടില്ല. എന്തായാലും നീ ചെല്ല്. നീ ഡൗൺലോഡ് ചെയ്താ? തുടങ്ങി. എല്ലാം എടിപിടിയെന്നാണല്ലോടാ. എന്ത് ചെയ്യാനളിയാ, എല്ലാം ബ്രോക്കറുടെ പണിയാ. പിന്നെ വീട്ടുകാരുടെ നിർബന്ധവും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്, അല്ല സാറിന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. മുഖത്ത് പുട്ടിയൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് പിന്നെ പെണ്ണ് കാണാൻ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് പോണ്ടേ. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയുടെ മുതലാളി കൂടി അല്ലളിയാ. പിന്നെ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. നീ വണ്ടി എടുത്തോ. അളിയാ, മൊത്തം AC കൂട്ടി. ഓക്കെ, കുളിരട്ടെ. അളിയാ, വീടും പരിസരമൊക്കെ കണ്ടിട്ട് നല്ല കുടുംബമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചാലോ? മിസ്റ്റർ അൽപ്പൻ, ഉനക്കേത് കൊഞ്ചം ഓരോ തെരിയില്ലേ? തെരിയും. എന്നാ കളഞ്ഞിട്ട് വാടേ. അളിയാ, കറന്നോട് വരും. പുള്ളി ആദ്യം പറയാൻ പോകുന്ന എന്നായിരിക്കും അറിയാം? എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവിടെ ഒരുത്തിയുള്ളൂ, ഈ കാണുന്നതൊക്കെ അവൾക്കുള്ളതാണെന്നായിരിക്കും. ഓ, അങ്ങനെ ആയാ മതിയായിരുന്നു. ഇറങ്ങി. ബാനു ഭാഗത്തോട്ടിരിക്കാം. ബ്രോക്കറെല്ലാം പറഞ്ഞിട്ടില്ലേ? ഓ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഉള്ളൊരു ഈ കാണുന്നതെല്ലാം ഉൾക്കൊള്ളാ. കൂട്ടുകാരനാണല്ലേ? അതെ, ടോണി. എന്നാ മോളെ വിളിക്കാം. ഓ, മോളെ. കണ്ണു വെച്ചു പോകും കണ്ണിക്കതിരാണേ, കല്ലുമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളോരേ, കണ്ണീരവളുടെ നുള്ളൊരു മുള്ളാണേ, എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പെട്ടെന്തിന, തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാട്ടേ. കൊട്ടുമുരവി എൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടവാ. ആ പാട്ടിൻ്റെ ആവശ്യം ഇവിടെ എന്താ? അത് ഒളിച്ചൊടുപ്പിയ കല്യാണം കഴിക്കുന്നില്ലേ? ഇത് അറേഞ്ച്ഡ് മാരേജ്. എന്നാലും കൊച്ചെടുത്ത് ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യുന്നേ? ഞാൻ കുറച്ചാൾ വിദേശത്തായിരുന്നു. ഇപ്പൊ അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയിട്ട് പോകണം. ഇതെടുത്ത് കഴിയും. ഇവിടെ സെന്റിനൊക്കെ എത്ര വില? അല്ല, സെന്റിനൊക്കെ എത്രയാ വില? അറിയില്ല. ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്? ഗ്രാമീൺ ബാങ്കില്. ഇവിടെ അടുത്താ. അത് നന്നായി, പോയി വരാലോ. അതെ. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ബിസിനസ്. പിന്നെ ഇപ്പോൾ ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമ പഠിക്കാൻ പോകണോ? ആര് നായകൻ? ദുൽഖറിനോട് നിവിനോട് സംസാരിച്ചിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല. ദുൽഖറോ? എൻ്റെ ഫേവറേറ്റ് ആക്ടറാ. ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ തന്നെ അഭിനയിക്കാനാ. നമുക്ക് എവിടെ നിന്നാ സമയം? ചേട്ടാ തള്ളല്ലേ? അല്ല, അത് പൊളിഞ്ഞിരിക്കുക, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനെ തളർന്നില്ല. പിന്നെ അമ്മയൊക്കെ എന്ത് പറയുന്നു?
പിന്നെ ഞങ്ങളൊരു സിനിമ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ആ സിനിമ നല്ല കാര്യമാണ്. അപ്പം ഞങ്ങളെല്ലാവരും സിനിമ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലൂടെയാണ്. സംസാരിച്ചാ ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ബാക്കി ഞങ്ങളുടെ ബ്രോക്കറിനോട് പറയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ. അറിയാം, ഞാനുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട. എനിക്കിഷ്ടപ്പെട്ടേ നല്ല കൊച്ച. ചിലവുണ്ട് മോനെ. അതെന്താ ചെയ്യാളയാ? ഒരു കാര്യം ചെയ്യും, നേരെ ബ്യൂറോയിലേക്ക് വിട്ടോ. അളിയത്തെ ബെക്കാടി കണ്ടിട്ടുണ്ട്. ആ, അത് നന്നായി മോനെ. എടാ പിന്നെ നീ ആ പെണ്ണോട് എന്താ സംസാരിച്ചേ? എടാ ഞാൻ നൈസായിട്ട് അവളെ ഇൻസ്റ്റ ഐ ഡി ഇങ്ങനെ വാങ്ങിച്ചു. എന്തിന്? എടാ ഇൻസ്റ്റയിൽ ആദ്യം മെസ്സേജ് അയച്ച് അവളുടെ അടുത്ത് കുറച്ച് എടുക്കാം, എന്നിട്ട് അവളെ ഫോൺ നമ്പർ വാങ്ങിക്കാം, എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എങ്ങനെയാണ് ബുദ്ധി? എടാ മരപ്പാടെ, നിനക്ക് അവളോടെ നമ്പർ ഡയറക്റ്റ് അങ്ങ് ചോദിച്ചപ്പോരായിരുന്നു. അത് ശരിയാണല്ലോ. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റയിൽ കയറി ചൊറിഞ്ഞിട്ട് പെൺപിള്ളേരെ നമ്പർ മേടിക്കും, ചില നിനക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അളിയ ബ്രോക്കർ വിളിക്കുന്നു, നീ വീട്ടുകാരെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയായിരിക്കും. എല്ലാം പടപടയാണല്ലോ അളിയാ. ഹലോ, ഓ ഓ ശരി. അളിയാ നടക്കൂല. അതിനെ പറ്റണേ. അവർക്ക് സിനിമാക്കാരെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് പാർട്ട കാരണവർ അവിടെ നിന്ന് സിനിമ കിടിലാണ് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ലളിയാ. നീ വിഷമിക്കണ്ട അളിയാ. എന്തിന്? ഇന്ന് പോടാളിയാ. ഒരു 10 മിനിറ്റ് മുന്നേ അങ്ങനെ ഈ കോള് വന്നിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അതെ, അല്ല നിന്നെ കൊണ്ട് ഈ കുപ്പി അടിപ്പിക്കത്തില്ലായിരുന്നു. അയ്യാ അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി. സാരില്ലളിയാ, 2.5 അടിച്ചു കഴിയുമ്പോൾ എല്ലാം സെറ്റാവും. നീ വണ്ടി വിടും. ടോണി, എടാ ഉണ്ണിയപ്പം അച്ചപ്പം കുറെ കൂടെ കഴിക്കാറുന്നില്ലേ? ഡീസൽ കാശകൾ മുതലായനെ. സാരില്ലളിയാ, പെണ്ണ് കാണൽ ഇനി അങ്ങോട്ട് കിടക്കല്ലേ. ഇന്നത്തെ നഷ്ടം നമുക്ക് അവിടെ പിടിക്കാം. പെണ്ണ് കാണാൻ പോണ എല്ലാവർക്കും ഇതൊരു പാടായിരിക്കാം. കല്യാണം മുടങ്ങിയ തന്നെ ബെക്കാടി കിട്ടിയില്ലേ? ഡേയ്, നീ വന്ന നേരത്തെ തുടങ്ങിയാണല്ലേ കല്യാണം മുടങ്ങിയെന്ന്. ഒരു പെണ്ണിനെ പോയി കണ്ട് അത് നടന്നില്ല, അത്രേ ഉള്ളു. ആ അത് തന്നെ ഞാനും പറഞ്ഞേ. പെണ്ണിനെ ഇപ്പോൾ കണ്ടു, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കല്യാണം മുടങ്ങി. അടമ്പടിയാ, ഞാൻ വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ. ലോകത്ത് ആദ്യമായിട്ടൊന്നല്ല കല്യാണം മുടങ്ങുന്നത്. ആ കൊച്ചിന് എൻ്റെ സൗന്ദര്യവും എൻ്റെ സ്വഭാവം ഒക്കെ ഇഷ്ടമായി. പിന്നെ സിനിമ എടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഇത് മുടങ്ങിയത്. ആയതായാലും നന്നായി. നിന്റെ കോളേജിലെ ചരിത്രം കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പൊന്ന് ബാനു എന്നെ അവർ വീട്ടിൽ കയറി അടിച്ചേനെ. മുടി നിന്നങ്ങ് അടിച്ചു കയറ്റി കൊടുക്കുവാണല്ലോ. ഓട്ടറാവാനോ സാരമില്ലടാ. എൻ്റെ പൈസക്ക് മേടിച്ച സാധനം അടിച്ചിട്ട് നീ എനിക്കിട്ടടിക്കുന്ന അങ്ങനെ ഇപ്പം നീ കൂച്ചണ്ട. ഓ എനിക്ക് ഇതിൻ്റെ ബെക്കൊന്നും വേണ്ട. എനിക്ക് എന്നോട് സ്നേഹമുള്ള എൻ്റെ സുന്ദരൻ്റെ ബെക്കുണ്ട്, അത് ഞാൻ അടിച്ചോളാം. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് സ്നേഹം കുറവാണ്. അനു എടുക്കുന്നില്ല. വേണ്ടാ, എന്തായാലും പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്ന ആരും തെറ്റല്ലല്ലോ. എല്ലാം വിധിയുടെ വിളയാട്ട്. ഒത്തില്ല. ഒത്തില്ലേ? 10 പൈസക്ക് കൊള്ളത്തില്ല കൂടിയാ. ശരിക്കും ഫീൽ വന്നില്ലേ? നല്ല ബോറായിരുന്നു. എടാ 3ാം ക്ലാസ്സിലെ 3ാം കട നമ്പറും കൂടെ വരാതാ. എണീറ്റ് പോടാ. ഈ കല്യാണം മുടങ്ങുന്നതേ ബാലുവിൻ്റെ മാത്രം പ്രശ്നമല്ല, തുടക്കക്കാരായിട്ടുള്ള മൊത്ത സിനിമക്കാരുടെ പ്രശ്നമാണ് ഇത്. പബ്ലിക്കിൻ്റെ ഇടയിൽ സിനിമാക്കാർക്ക് നല്ല മതിപ്പാണ്, പക്ഷെ കല്യാണ മാർക്കറ്റിൽ നല്ല അവഗണനയും. പക്ഷെ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുത്താൽ ഇവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലേ? അതെ, പിന്നെ ജയിക്കാതെ. ടോണി സുന്ദർ ആദ്യം എന്നോടൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര സീരിയസ് അല്ലായിരുന്നു. റിസ്ക് എടുക്കാതെ എങ്ങനെയെങ്കിലും ലൈഫ് കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സാറേ, സിനിമ റിസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും നമ്മൾ ജയിക്കും സാറേ, ജയിക്കണം സാറേ. പിന്നല്ലാതെ. അല്ലടാ മുടിയാ, പിന്നെ അല്ലാതെ. നീ അടിക്കണം മൂത്തേ. ആ പാടി പൂക്കുറ്റി. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പ്രത്യേകത അറിയോ? നിങ്ങൾക്ക് ഈഗോ ഇല്ല, കോംപ്ലക്സ് ഇല്ല, പരസ്പര ബഹുമാനമുണ്ട്.
അതാണ്. ഇതുപോലുള്ള സൗഹൃദം ഇപ്പോൾ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ലൈഫ് ലോങ് കൊണ്ടുപോകണം. അതെ. അതൊക്കെ എന്നും ഉണ്ടാവും. പക്ഷേ ഡയറക്ടർ സാറ് ഞങ്ങളോട് കട്ടയ്ക്ക് നിൽക്കണം. ആ, നമ്മുടെ കാസ്റ്റിംഗ് കോളിലെ പോസ്റ്റർ വന്നല്ലോ. ഡിസൈൻ കലക്കി കേട്ടോ. ഇത് പൊളിക്കും. നൈസ്. ഇത് നമ്മൾ മാക്സിമം ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യണം. അതെ, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അല്ല സാറേ, കല്യാണ സീസണൊക്കെയാണ്. ഇടയ്ക്കൊന്നും അങ്ങോട്ട് മുങ്ങും. ആൾക്കൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് ബിസി ബിസിനസ്മാന്മാര്. ഒരുത്തിന് കോഴി കച്ചവടം, മറ്റേ കോഴിക്ക് പോട്ടം പിടുത്തം. അതെ, ഇവിടെ പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. തൽക്കാലം പണിയുള്ളവരൊക്കെ അത് പോയി ചെയ്യും. നമുക്ക് ഭാവിയിൽ കാശിന് നല്ല ആവശ്യം വരും. സാറേ, ഞാൻ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ നാളെ വരുവേ. വരാൻ പറ. അതേമാരെ സാധനം തീർന്നു. നമുക്ക് ലവ് സൂപ്പ് പഠിച്ചാലോ? വഴിയടാ. ആടി സാറേ. എനിക്ക് വേണ്ട. ഏയ് അത് പറ്റില്ല. ലവ് സിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലവ് ഷെയർ ചെയ്യും. സാർ അടിക്കാൻ പറ്റുമോ? ഇല്ല, സമ്മതിക്കത്തില്ല. സാർ അടിക്കാം. സാർ അടിച്ചേ പറ്റൂ. ഇല്ല, അടിച്ചോ? പിടിച്ചോണ്ട് പച്ചക്കടി പിടിച്ചോണ്ട് അടിച്ച് അടി അടി. ഇപ്പോഴാണ് ഇത് ലവ് സിപ്പ്, നമ്മുടെ സ്നേഹം. ലവ്